നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ ശേഖറിനെ കൊന്നില്ലെങ്കിൽ അവന്റെ കയ്യിലെ തോക്ക് നീ പിടിച്ചു വാങ്ങി നീ ശേഖറിനെ വെടിവെച്ച് കൊല്ലണം. ഞാനോ? അതെ, നീ തന്നെ അത് ചെയ്യണം. വിശാലിന്റെ തോക്കുകൊണ്ട് നീ ശേഖറിനെ വെടിവെച്ച് കൊന്നാൽ ആ കുറ്റം, ആ കൊലപാതക കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം. എന്താ പ്രതാപ, അതല്ലേ ബുദ്ധി? അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി ക്ലോസ്. ചേച്ചി, ഇത് നല്ല ബുദ്ധി തന്നെ. ഒരു വെടിക്കേ 2 പക്ഷികളല്ല, 3 പക്ഷികളാ വീഴാൻ പോകുന്നേ. 3 പക്ഷിയോ? ഏതാ മൂന്നാമത്തെ ഒരു പക്ഷി? ഒന്നും അറിയാത്ത പോലെ. ഞാൻ തന്നെയാ മൂന്നാമത്തെ പക്ഷി. മനസ്സിലായില്ലേ? പ്രതാപ, എനിക്ക് നീ പറയുന്നത് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല? ഓഫ് ചേച്ചി, വിശാല് ശേഖരനെ വെടിവെക്കാൻ മടിച്ചു നിൽക്കുമ്പോ ഞാൻ ആ തോക്ക് വാങ്ങി ശേഖരനെ വെടിവെച്ചാൽ വിശാല് വെറുതെ കണ്ടോണ്ട് നിൽക്കുവോ? ചത്ത് നിലത്ത് വീണില്ലെങ്കിൽ ശേഖരൻ വെറുതെ നിൽക്കുവോ? അവരാരെങ്കിലും എന്റെന്ന് തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ വെടിവെച്ചാലോ? പ്രതാപ, നിന്റെ ഉന്നം പിഴയ്ക്കരുത്. വിശാലിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങിയാൽ നീ ശേഖരനെ വെടിവെച്ചിരിക്കണം. അത് കൃത്യമായി ശേഖരന്റെ നെഞ്ചത്ത് തറച്ചവൻ വീണിരിക്കണം. അതിന് നിനക്ക് സാധിക്കോ? അതിന് സാധിച്ചാൽ നീ സേഫാണ്. പിന്നെ ആർക്കും നിന്നെ വെടിവെച്ചു കൊല്ലാൻ പറ്റില്ല. അതിൽ ചേച്ചിക്ക് എന്താ എത്ര ഉറപ്പ്? ഉറപ്പുണ്ട് പ്രതാപ. ശേഖരൻ വെടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ തോക്കിൽ വേറെ ബുള്ളറ്റ് ഉണ്ടാവില്ല. വിശാലിന്റെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി എല്ലാ ബുള്ളറ്റുകളും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രതാപ, നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഈ ചേച്ചി നിന്നെ ഏൽപ്പിക്കൂ? എടാ, നീയൊന്ന് ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ഒരാപത്തും വരില്ല. എന്താ പ്രതാപ, നിന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് നീ ഇത് ചെയ്യില്ലേ? ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.